ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്മേൽ നിയന്ത്രണം കർശനമാക്കുമെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി രംഗത്തെത്തി. അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസിൽ പുതിയ ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് മുജ്തബ ഖമേനി ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ഹോർമുസിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കർക്കശമാകുമെന്നും കടലിടുക്കിന്റെ നടത്തിപ്പ് പൂർണ്ണമായും ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിന് ശേഷം അധികാരമേറ്റ മുജ്തബ ഖമേനിയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഓരോ തുള്ളി ചോരയ്ക്കും ശത്രുക്കളോട് പകരം ചോദിക്കുമെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ആവർത്തിച്ചു. ഇറാൻ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തെയും ചെറുത്തു നിൽക്കാൻ തങ്ങൾക്ക് അർഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന പോരാട്ടത്തിൽ ഇറാനായിരിക്കും അന്തിമ വിജയമെന്നും മുജ്തബ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട് 40 ദിവസം തികയുന്ന വേളയിലാണ് മുജ്തബയുടെ ഈ പ്രതികരണമുണ്ടായത്. തന്റെ പിതാവ് കൂടിയായ അലി ഖമേനിയുടെയും രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ മറ്റുള്ളവരുടെയും രക്തത്തിന് പ്രതികാരം ചെയ്യുക എന്നത് ദേശീയ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാൻ ഏർപ്പെടുത്താൻ പോകുന്ന പുതിയ നിയന്ത്രണങ്ങൾ ആഗോള വിപണിയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് ഇറാൻ കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇത് എണ്ണവിലയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും നേരിട്ട് ബാധിക്കും. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഹോർമുസ് വഴി കടന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണം ഇറാൻ ഇതിനകം തന്നെ പരിമിതപ്പെടുത്തി കഴിഞ്ഞു. ഒരു ദിവസം പരമാവധി 15 കപ്പലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതി നൽകുന്നത്. റഷ്യൻ മാധ്യമമായ ടാസ് ആണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഈ വിവരം പുറത്തുവിട്ടത്. കടലെടുക്ക് വഴി കടന്നുപോകുന്ന ഓരോ കപ്പലിനും ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിന്റെ കടുത്ത മേൽനോട്ടമുണ്ടാകും. കപ്പലുകളുടെ സുരക്ഷയും അവ വഹിക്കുന്ന ചരക്കുകളുടെ പരിശോധനയും കൂടുതൽ കർക്കശമാക്കാനാണ് ഇറാന്റെ നീക്കം. അടുത്തഘട്ട നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തങ്ങളോട് സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളുടെ നിലപാടുകൾ നിരീക്ഷിക്കുമെന്ന് മുജ്തബ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇറാൻ മുന്നോട്ട് പോകൂ എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതേസമയം ഇറാന്റെ നീക്കങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കവെയാണ് ട്രംപ് ഇറാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വിടുമെന്ന് അമേരിക്ക കരുതുന്നില്ല. യഥാർത്ഥവും സുസ്ഥിരവുമായ ഒരു കരാറിൽ ഏർപ്പെടുന്നതുവരെ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ മേഖലയിൽ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. വിമാനവാഹിനി കപ്പലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും അത്യാധുനിക ആയുധധാരികളായ സൈനികരും സംഘർഷ മേഖലയിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലെടുക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിനായി പൂർണ്ണമായും തുറന്നു നൽകണമെന്നാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. ഇതിൽ തടസ്സം സൃഷ്ടിച്ചാൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. ആണവ നിരായുധീകരണ വിഷയത്തിലും ഇറാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും സൈനിക സജ്ജീകരണങ്ങൾ കുറയ്ക്കാൻ ട്രംപ് തയ്യാറാകാത്തത് ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവന ചർച്ചകളെ പിന്നോട്ടടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാന്റെ പുതിയ നേതൃത്വവും അമേരിക്കൻ ഭരണകൂടവും തമ്മിലുള്ള ഈ വാക്പോര് പശ്ചിമേഷ്യയിലെ സാഹചര്യം വീണ്ടും സങ്കീർണമാക്കിയിരിക്കുകയാണ്. മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാകുന്നത് ഗൾഫ് രാജ്യങ്ങളെയും ആശങ്കയിലാക്കും. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ 1/3 കടന്നുപോകുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ അത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകും. മുജ്തബ ഖമേനിയുടെ പ്രസംഗത്തിലുടനീളം പ്രതികാരത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും സ്വരമാണ് പ്രകടമായത്. പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഉറച്ച നിലപാടിലൂടെ ഇറാനിലെ തീവ്ര നിലപാടുകാരുടെ പിന്തുണ ഉറപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാറായ സാഹചര്യത്തിൽ പുതിയൊരു യുദ്ധത്തിന് കളമൊരുങ്ങുകയാണോ എന്ന ഭീതിയിലാണ് ലോകം. അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും ഇറാന്റെ നാവിക നിയന്ത്രണങ്ങളും നേർക്കുനേർ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നുണ്ട്. അലി ഖമേനിയുടെ കൊലപാതകം ഇറാനിൽ സൃഷ്ടിച്ച വൈകാരിക തരംഗം ഇപ്പോഴും ശമിച്ചിട്ടില്ല. ഈ വികാരം മുൻനിർത്തിക്കൊണ്ട് ഇറാന്റെ പരമാധികാരം ഉറപ്പിക്കാനാണ് മുജ്തബ ഖമേനി ലക്ഷ്യമിടുന്നത്. ഇതിനായി ഹോർമുസിനെ ഒരു വിലപേശൽ ആയുധമായി അദ്ദേഹം മാറ്റുകയാണ്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ സമാധാനം. എന്നാൽ ഹോർമുസ് വഴി കപ്പലുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് അമേരിക്കയുടെ വാദം. യുദ്ധഭീഷണി നിലനിൽക്കുമ്പോഴും നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. എന്നാൽ മുജ്തബ ഖമേനിയുടെയും ട്രംപിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പ്രസ്താവനകൾ പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കി മാറ്റിയിരിക്കുകയാണ്. ആഗോള വിപണിയും നയതന്ത്ര ലോകവും വരും ദിവസങ്ങളിലെ നീക്കങ്ങളെ ഉറ്റുനോക്കുന്നു.